അല്ല ഇതാരാ? വാര്യമ്പള്ളിയില് മീനാക്ഷി അല്ലയോ? എന്താ മോളെ സ്കൂട്ടറില്? ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന്. ചേട്ടാ ചേട്ടാ കാട്ടോർമ്മൻ ചേട്ടാ, എന്തോ കുഴപ്പമുണ്ടല്ലോ. ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വീണ്ടും ഒരു ടീസർ റിയാക്ഷനുമായി ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഞാൻ വെച്ചിപ്പോ ട്രെയിലർ എന്ന് പറയുന്നു. അപ്പോ ഏതാണ് സിനിമ? മെഡിക്കൽ മിറാക്കിൾ. ആദ്യം പോയി നാക്ക് ഓടിച്ചിട്ട് പോയി. ആദ്യമേ ഞാൻ വിചാരിച്ച മെഡിക്കൽ മിറാക്കിൾ ആണ്. അപ്പൊ പിന്നെ നിങ്ങൾ മെഡിക്കൽ മിറാക്കിൾ. വിദ്യാഭ്യാസത്തിന് കുറവാണ്, അതുകൊണ്ടാ. അപ്പോ നമ്മുടെ സംഗീതവും ഷറഫുദ്ദീനുമാണ് ഇതിലെ മെയിൻ റോളിൽ ചെയ്യുന്നത്. അതെന്താ അഖിലേനെ പറയാഞ്ഞേ? അഖില ഈസ് ഓക്കെ, ബട്ട് ഈ കോമ്പിനേഷൻ ഒരു നമുക്ക് ഭയങ്കര ഒരു നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് തോന്നുന്നില്ലേ? ഫുൾ എന്റർടൈൻമെന്റ് ആയിരിക്കും അല്ലേ? പിന്നെ ഈ സിനിമയുടെ പേരെന്നെ കേൾക്കുമ്പോ ഫ്രഷ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണെന്ന് തോന്നുന്നു അല്ലേ? റൈറ്റർ മറ്റേ ഇവരാണ്. പിന്നെ അതിന്റെ ഡയറക്ടർ ആരാ? പേര് എനിക്ക് ഓർമ്മയില്ല. ശ്യാമിൻ ഗിരീഷ. ഓക്കെ. നമ്മുടെ ഇതില്ലേ സാമർത്ഥ്യശാസ്ത്രം, കരിക്കിന്റെ സാമർത്ഥ്യശാസ്ത്രം. ആദ്യം പോയി നാക്ക് ഓടിച്ചിട്ട് സാമർത്ഥ്യശാസ്ത്രം. പക്ഷെ അത് അടിപൊളി സീരീസ് ആയിരുന്നു. നമ്മള് ഒരു എപ്പിസോഡ് സാധനങ്ങൾ. അതിന്റെ റൈറ്റർ തന്നെയാണ് നിലീൻ സാന്ദ്ര. അവര് 2018 സാമർത്ഥ്യശാസ്ത്രം അവരെ എഴുതിയത്. 2018 ഓഫീസർ, അതൊക്കെ അവര് എഴുത്തില് നമുക്ക് ആ ഒരു സാധനം എക്സ്പെക്ട് ചെയ്യാനുണ്ട് വിചാരിക്കുന്നു. എനിവേ നമുക്ക് ടീച്ചർ നോക്കാം. ടീച്ചറാണ് അങ്ങനെ. ആക്ച്വലി ഇത് ഇറങ്ങിയിട്ട് 3 ദിവസമായില്ലേ? നമുക്ക് ഇതൊരു റിക്വസ്റ്റ് വന്നതാണ്. ഇത് 3 ദിവസമായിട്ട് ഈ ടീച്ചർ ഇറങ്ങിയിട്ട് നമ്മുടെ ഒരു പ്രേക്ഷക നമ്മളോട് റിക്വസ്റ്റ് ചെയ്തതാണ് ഇതൊന്ന് റിയാക്ട് ചെയ്യുമെന്ന്. ഓക്കെ, നമുക്ക് റിയാക്ഷനിലേക്ക് പോവാം. വിശ്വസിക്കാൻ കുറച്ച് പാടുള്ളൊരു കഥയാണ്. ആണോ? 2 വർഷം മുമ്പ് എനിക്കൊരു ആക്സിഡന്റ് പറ്റി. കുറെ നാള് ഞാൻ കോമയിലായിരുന്നു. അയാളെ അഗ്നീഷ ചെയ്യാൻ പോവാ. ആൾക്കാർക്കും കേൾക്കാൻ പറ്റാത്തത് താനെങ്ങനെയാ കേട്ടത്? കോമയിൽ എനിക്കിപ്പോ തുടങ്ങി അടുത്തുള്ളതും ദൂരെയുള്ളതും നിങ്ങൾക്കൊക്കെ കേൾക്കാൻ പറ്റാത്ത എനിക്ക് കേൾക്കാം. എനിക്ക് ഇങ്ങനെയാണ് എല്ലാം കേൾക്കാം. ഞാനാ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ. 2 കുപ്പി ബ്ലഡ് ഒക്കെ തന്നായിരുന്നു. പക്ഷെ നിനക്ക് ഇങ്ങനെ എല്ലാം കേൾക്കാൻ പറ്റുക പറയുന്നത് അതൊരു സൂപ്പർ പവർ അല്ലേ? 9 മണിക്കൂറായി എന്റെ കുട്ടി ആ കാനെ കിടന്നത്, അറിയോ? ഇവനെ ഞാൻ പിടിക്കും. അങ്ങനെ ഒരു പവർ കിട്ടിയ നിനക്ക് കഴിഞ്ഞു. ഭയങ്കര കഷ്ടപ്പെട്ട ഒരു പവറായിരിക്കും അത്. എല്ലാം കേൾക്കാൻ പറ്റും. പിന്നെ മനുഷ്യന്മാർങ്ങനെ ജീവിക്കുക. ഇപ്പൊ നിങ്ങൾ അപ്പുറത്ത് പോയിട്ട് എന്നെ കുശിപ്പ് പറയുന്നത് വിചാരിക്കും അതെനിക്ക് കേൾക്കാൻ പറ്റും. പിന്നെ അത്രയും വൃത്തിയായിട്ടൊരു പവർ വേറെ ഉണ്ടാവില്ല. ഞാൻ എൻജോയ് ചെയ്യും. എനിക്ക് പറ്റൂല. അത് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ. അത് ഇവർക്കാണെങ്കിൽ ആ സൂപ്പർ പവർ കിട്ടണമെന്ന് വെച്ചാല് ഇവര് ടെൻഷൻ അടിച്ച എനിക്ക് വേണ്ട സൂപ്പർ പവർ. പക്ഷെ അത് കോമയിലായടുത്തുനിന്ന് എഴുന്നേക്കുമ്പം ഇങ്ങനെ ഒരു പവർ വരുന്നല്ലേ? ഞാൻ ആദ്യം മറ്റേ ഇതിങ്ങനെ ഒരു ആസ്ട്രൽ ബോഡി ഇങ്ങനെ പൊന്തുന്ന പോലെ കണ്ടപ്പോ ഞാൻ വെച്ചാൽ ദാറ്റ് കൈൻഡ് ഓഫ് സംതിങ് ആണോ എന്ന് വിചാരിച്ചു. ലൈക്ക് ആ കോമയിൽ കിടന്നിട്ട് അങ്ങനെ ഒരു ഷോട്ട് ഉണ്ടായിട്ടില്ലേ? അപ്പൊ ഞാൻ വെച്ച ഇനി ആസ്ട്രൽ ബോഡി പുറത്തേക്ക് ഇറങ്ങി അതിന്റെ എന്തെങ്കിലും സംതിങ് ആണോ? അതുപോലൊക്കെ ഒരു അവസ്ഥയായി പോകുന്നുണ്ട്. അല്ല, അങ്ങനെ ഒരു പവർ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ? ഇൻട്രസ്റ്റിംഗ് ആണ്. അത് എന്തായിരിക്കും അവസ്ഥ എന്നറിയാനൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. പ്രത്യേകിച്ച് ഇവരുടെ ഒരു കോംബോ എന്ന് പറയുമ്പോൾ ഫുൾ എന്റർടൈൻമെന്റ് ആയിരിക്കും. ഞാൻ വിചാരിച്ചേ ഓപ്പോസിറ്റ് ആയിരിക്കുന്ന വിചാരിച്ചേ. ഇവര് ഒരുമിച്ചാണ് ഇപ്പൊ കാണിച്ചിട്ടുള്ളത് അല്ലേ? ടീച്ചറായോണ്ട് കൂടുതൽ ഒരു ഹിന്റ് മാത്രമേ ഉള്ളൂ എന്താണ് ഈ സിനിമയുടെ സബ്ജക്ട്. പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ആണ്. അതെ. അപ്പൊ നമുക്ക് ട്രെയിലറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. സെപ്റ്റംബറിൽ എന്ന് പറഞ്ഞിട്ട് എന്തോ കാണിച്ചു അതിന്റെ ലാസ്റ്റ്. ആണോ? സെപ്റ്റംബറിൽ എക്സ്പെക്ട് ചെയ്യുന്നു റിലീസ് ഡേറ്റ് ആയിരിക്കും. അപ്പൊ അതിന് മുമ്പ് എന്തായാലും ട്രെയിലർ വരുമല്ലോ അല്ലേ? അപ്പൊ വീണ്ടും ഒരു ട്രെയിലർ ടീസർ റിയാക്ഷനുമായി വരുന്നവരേക്കും ബൈ.